നമസ്കാരം. ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്ന നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ ശാന്തിയുള്ള ദിനേശ്. നമ്മൾ സിനിമ വിഷയങ്ങൾ പറയുന്നത് സീരിയസ് ആയ വിഷയങ്ങളാണല്ലോ തുടരെ പറയുന്നത്. സീരിയസ് ആയ വിഷയങ്ങൾ തന്നെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, മൺമറഞ്ഞു പോയ ഏതെങ്കിലും കലാകാരനെ കുറിച്ചായിരിക്കും. എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ട് ചിരിക്കുന്ന പ്രോഗ്രാമുകളൊക്കെ ചെയ്തിരുന്നത് നിർത്തിയതെന്ന്. KP ഉമ്മറിൻ്റെ പ്രോഗ്രാം പോലുള്ളത് പിന്നെ എന്താ കാണിക്കാത്തത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഞാൻ ആ വഴി അധികം പോകാത്തതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് തോന്നുന്നു. എന്തായാലും ഇന്ന് പറയുന്ന കുഞ്ഞു കഥകളാണെങ്കിൽ പോലും മദ്യപാനത്തിൻ്റെ ദുരന്തമെന്ന് ഞാൻ പറയുന്നില്ല, മദ്യപാനത്തിൻ്റെ ദുശീലം കൊണ്ട് പറ്റിയ ചില രസകരമായ കഥകൾ ഇന്ന് പറയാം. ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം. ഞാൻ ഇന്നുവരെ മദ്യം തൊട്ട് ഇതെന്താണ് അതിൻ്റെ രുചി എന്ന് പോലും, ഈ സൈനൈഡ് തൊട്ട് നോക്കാത്തതുപോലെ തന്നെ മദ്യത്തിൻ്റെ രുചിയും ഞാൻ തൊട്ട് നോക്കിയിട്ടില്ല. എന്തോ നോൺ ഭക്ഷണങ്ങൾ പോലെ തന്നെ മദ്യത്തെയും പുകവലിയെയും കുട്ടിക്കാലത്തെ വെറുത്തുപോയി ഞാൻ. പിന്നെ അതൊരു ശീലമായി അതിനെ എല്ലാം അകറ്റി നിർത്തി. ഇതൊന്നും ഞാൻ പരിശോധിച്ചിട്ടില്ല, ടെസ്റ്റ് ചെയ്തിട്ടില്ല. പകരം എൻ്റെ കുറവ് കൂടി എൻ്റെ അനുജൻ തീർത്തു. നോൺ ഭക്ഷണങ്ങളായാലും മദ്യപാനമായാലും പുകവലിയായാലും ചുരുങ്ങിയത് ഒരു 2 ജന്മത്തിലേത് അവൻ ഉപയോഗിച്ച് അകാലത്തിൽ അവൻ പോവുകയും ചെയ്തു. മദ്യപിക്കുന്നവരെല്ലാം ബോറന്മാരാണെന്നോ മദ്യപിക്കാത്തവരെല്ലാം മാന്യന്മാരാണെന്നോ ഉള്ള ഒരു ചിന്തയും എനിക്കില്ല. മദ്യപിക്കാത്ത ഒരുപാട് ബോറന്മാരെ എനിക്കറിയാം. മദ്യപിക്കുന്ന നല്ല മനുഷ്യരെ എനിക്കറിയാം. എൻ്റെ അടുപ്പക്കാരിൽ ഏറിയ പങ്കും മദ്യപിക്കുന്നവരാണ്. പല ഗ്രേഡിലുള്ള മദ്യപന്മാരെ എനിക്ക് പരിചയമുണ്ട്. ഇപ്പം ഓപ്പണർ എന്ന് പറഞ്ഞ് രാവിലെ നമ്മൾ ചായ കുടിക്കുന്നതിന് പകരം ജിന്നൊഴിച്ച് കഴിക്കുന്ന MG സോമേട്ടനടക്കം. വൈകുന്നേരം വർക്ക് കഴിഞ്ഞ് വന്നാൽ കുളിച്ച് തേച്ചലക്കിയ നല്ല കസവ് കരയുള്ള മുണ്ടും അതുപോലെ ചന്ദന കളറിലുള്ള ജുബയൊക്കെ ഇട്ട് ഏറ്റവും വില കൂടിയ സ്പ്രേ ദേഹത്തൊക്കെ അടിച്ച് വന്നിരുന്ന് ഇവിടെ കിട്ടാവുന്നതിൽ ഏറ്റവും മുന്തിയ വിലയുള്ള മദ്യം ഒരു പെഗ് ഒഴിച്ച് വെച്ച് അതിൽ ഐസ് ക്യൂബ് ഇട്ട് സോഡ ഒഴിച്ച് ഒരു 2-2.5-3 മണിക്കൂർ കൊണ്ട് ഒരു പെഗ് കഴിക്കുന്ന, ആസ്വദിച്ച് കഴിക്കുന്ന JC സാറിനെ എനിക്കറിയാം. അങ്ങനെ പല ഗ്രേഡിലുള്ള ഒരുപാട് മദ്യപന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. സോമേട്ടനോട് JC സാറിന് ചോദിക്കും, സോമു, നിനക്ക് ആരോടെങ്കിലും വാശിയുണ്ടോ? ഇത്ര കുടിച്ചിരിക്കാം, നീ എന്തിനാണ് ഇങ്ങനെ മദ്യത്തിൽ കുളിക്കുന്നത് എന്ന് മദ്യപിക്കുന്ന JC സാർ ചോദിക്കുന്നത് വരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പലരുടെയും ലീലാവിലാസങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന, നമ്മൾ നേരിട്ട് കാണുമ്പോൾ മദ്യപിക്കാത്തവൻ കാണുന്ന ഒരു മുഖമേ ആയിരിക്കില്ല. അതും ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്, ഇപ്പോഴും കാണുന്നു. മാന്യമായി പെരുമാറുന്ന പലരും ഇത്തിരി മദ്യം അകത്ത് ചെന്നാൽ തറയാകുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്, തത്തറയാകുന്നവരെയും കണ്ടിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് വന്ന ഒരു സുഹൃത്തിനെ ട്രെയിൻ കയറ്റി വിടാനായിട്ട്, ഞാനിപ്പോൾ ശാന്തിപള്ളിയിലാണ് താമസിക്കുന്നത്, ഫിലിം നൈറ്റിൽ നിന്ന് വന്നതാണ് കോഴിക്കോട്ട് നിന്ന്. അയാൾ ട്രെയിൻ കയറ്റി വിടാനായിട്ട് ഒരിക്കൽ രാത്രി ഞാൻ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് അയാളെയും കൊണ്ട് വന്നു. അന്ന് എനിക്ക് ആക്റ്റീവോ മാത്രമേ ഉള്ളൂ. അല്പം മദ്യം സേവിച്ചാൽ ട്രെയിനിൽ കയറി കിടന്നാൽ ഒറ്റ ഉറക്കം, കണ്ണ് തുറക്കുമ്പോൾ കോഴിക്കോട് എത്തുമെന്ന് ആ സുഹൃത്ത് എന്നോട് പറഞ്ഞു. മദ്യപിക്കാത്ത ഞാൻ ബാറിൽ കയറുമോ എന്ന് സ്നേഹിതനൊരു സംശയം. അതിനെന്താ, ഞാൻ വരാം എന്ന് ഞാൻ പറഞ്ഞു. ബാറിലെ മുനിഞ്ഞു കത്തുന്ന ആ ഇരുട്ടിൽ ഒരു മൂലക്കിരുന്ന് സുഹൃത്ത് നന്നായിട്ട് മദ്യം കഴിച്ചു. ഞാൻ അതിൻ്റെ കൂടെ കൊണ്ടുവച്ച പീനട്ട് മസാല, ഈ കപ്പലിൻ്റെ ഉപ്പിലൊക്കെ ഇട്ട ഒരു മസാല ഉണ്ടല്ലോ, ചാരയും കുടിക്കുന്നവർക്ക് കൊടുക്കുന്നത്, അത് വാരി തിന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് അതിശയകരമായ ഒരു കാഴ്ച ഞാൻ കാണുന്നത്. ബാറിൻ്റെ ഗ്ലാസ് ഡോറ് തുറന്ന് എൻ്റെ നാട്ടിലെ അറിയപ്പെടുന്ന എല്ലാവരും സ്വാമി എന്ന് വിളിക്കുന്ന ഒരു സ്വാമിയും താടിയും മുടിയൊക്കെ വളർത്തി, എന്നാൽ ലൗകിക ജീവിതം വിട്ടിട്ടുമില്ല, പക്ഷേ അദ്ദേഹത്തെ എല്ലാവരും സ്വാമി എന്നാണ് വിളിക്കുന്നത്.
ആ സ്വാമിയും അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ ഞങ്ങളുടെ നാട്ടിൽ വോളിബോൾ കളിക്കുകയൊക്കെ ചെയ്തൊരു ട്രാൻസ്പോർട്ട് കണ്ടക്ടർ ഉണ്ടായിരുന്നു, ഞാൻ പേര് പറയുന്നില്ല. ഇവർ രണ്ടുപേരും കൂടെ കയറി വരികയാണേ. ഇരുവരുടെയും ഡ്രസ്സ് കറുത്ത വേഷമാണ്. കയ്യിലാണെങ്കിൽ ശബരിമലയ്ക്ക് പോകാനുള്ള ഇരുമുടി കെട്ടുകൊണ്ട് ഈ രണ്ടുപേരിൽ സ്വാമിയുടെ കയ്യിലുണ്ട്, കണ്ടക്ടർ കയ്യിലുണ്ട്. അത് നല്ല ഇണക്കുരുകളെ പോലത്തെ സുഹൃത്തുക്കളാണ്. ഇരുവരും സ്വകാര്യതയ്ക്ക് വേണ്ടി ഒരൊഴിഞ്ഞ സ്ഥലം തേടി അവസാനം വന്ന് ഞങ്ങളിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു. ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ മുന്നിൽ വന്നുപെട്ട സ്വാമി ആദ്യം ഒന്ന് പതറി. കണ്ടക്ടർക്ക് പക്ഷേ പ്രശ്നമൊന്നുമില്ല, അവൻ കണ്ടാൽ എനിക്കെന്ത് എന്നുള്ള രീതിയിലാണ്. ഇവനും ബാറ് കയറുമോ എന്ന് സ്വാമിക്ക് സംശയം. അതൊരു ജിജ്ഞാസയായിരിക്കാം. കാരണം ശാന്തിവിളയിൽ മദ്യപിക്കാത്തവനെന്നറിയുന്ന ദിനേശ് ഒരു വില കൂടിയ ബാറിനകത്തിരിക്കുന്നു. ന്യായമായ സംശയമാണെന്ന് ഞാൻ പറയും. എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്നാക്കി ഒരർത്ഥത്തിൽ ഡേയ് നിനക്ക് കൊണ്ടാണ് ഈ പരിപാടി എന്നുള്ള രീതിയിൽ ഒരു എന്നാക്കി. ഒരു മൂലയിൽ അവർ ആ മൂളലും നടത്തിയിട്ട് ഇരുന്നു. ഇരുമുടി കെട്ടുകൾ ഭക്തി ആദരപൂർവ്വം മേശപ്പുറത്ത് വെച്ച് ഇരുവരും വേറെ കാത്തിരുന്നു. രൂക്ഷമായ ഇറച്ചിയുടെ മണമുള്ള ബാറിനകത്ത് ഞങ്ങളുടെ നാട്ടിലെല്ലാവരും സ്വാമി എന്ന് ബഹുമാനത്തോടെ വിളിക്കുന്ന മഹാൻ ഇരുമുടി കെട്ടുമായി വന്ന് വെള്ളമടിക്കാൻ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു നിമിഷം ഞാൻ വല്ലാണ്ടായി എന്ന് തന്നെ പറയാം. ഞാൻ നോക്കിയിരുന്നു അദ്ദേഹത്തെ. സർക്കാരിൻ്റെ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്ന ഒരാഴ്ച എല്ലാ ദിവസവും രാത്രി ആരെങ്കിലും സ്പോൺസർ ചെയ്യുന്ന ഒരു ഡിന്നർ ഉണ്ടാവും, പാർട്ടി ഉണ്ടാവും. അതിലെ മുഖ്യ ഇനമെന്ന് പറയുന്നത് മദ്യമാണ്. കൃത്യമായി എനിക്ക് കുറേ കാലം ഈ പിണറായി വിജയൻ്റെ 2 സർക്കാർ വരുന്നതിന് മുമ്പ് വരെ 10-20 വർഷക്കാലം മുടക്കമില്ലാതെ ഫെസ്റ്റിവലിൽ പങ്കെടുക്കുകയും മുടക്കമില്ലാതെ എനിക്ക് ഈ ഡിന്നർ പാസ് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ അവിടെ എല്ലാം സ്ഥിരമായി പോവുകയും ചെയ്യും. കാരണം ഒരുപാട് പേരെ സിനിമയുമായി ബന്ധപ്പെട്ട ആൾക്കാരെയൊക്കെ പരിചയപ്പെടാൻ പറ്റുന്നൊരു സ്ഥലമല്ലേ. അതുകൊണ്ട് ഞാൻ ഡിന്നറിന് പോകും. ഇപ്പോൾ പാസ്സൊന്നും തരാറുമില്ല, ഞാനൊട്ട് പോകാറുമില്ല. അത് ഈ സംവിധായകൻ കമലിനെ വിമർശിച്ചതിന് ശേഷം ഫെസ്റ്റിവലിലെ ഒരു കമ്മിറ്റിയിൽ എന്നെ എടുക്കില്ല, ഒരു ക്ഷണക്കത്തും എനിക്ക് അയക്കില്ല. മഹേഷ് മഞ്ജു എന്നോട് പറഞ്ഞു, മഞ്ജു സെക്രട്ടറി ആയിരിക്കുമ്പോൾ മഞ്ജുവിനോട് പറഞ്ഞു ഒന്ന് അയാൾക്ക് ക്ഷണക്കത്ത് അയക്കുകയാണെങ്കിൽ ഞാൻ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്ന് എന്നോട് മഞ്ജു പറഞ്ഞു. അത്രയും മനസ്സ് ചെറുതായി പോയ ഒരാളാണ് ഈ കമൽ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അതിനുശേഷം കമലിന് ശേഷം രഞ്ജിത്ത് വന്നു, രഞ്ജിത്തിന് ശേഷം പ്രേംകുമാർ വന്നു. ഇവരാരും എനിക്ക് പ്രേമ എൻ്റെ അടുത്ത സുഹൃത്താണ്, പക്ഷേ ഒരു ഡിന്നർ പാസ് തരികയോ ഏതെങ്കിലും ഒരു കമ്മിറ്റിയിൽ എടുക്കുകയോ ഒന്നും ചെയ്യില്ല. കാണുമ്പോൾ നല്ല ബെഡെല്ലാം ചിരിച്ച് വർത്താനമൊക്കെ പറയും പ്രേമൻ, പക്ഷെ ചെയ്യില്ല. അത് എനിക്ക് തോന്നും ഇടതുപക്ഷത്തുള്ള ആരെങ്കിലും പറഞ്ഞിരിക്കും. ഇവിടെ ഒരു അരപ്പടം ചെയ്ത ഒരു നടപ്പുണ്ട്, ഒരു പടം ചെയ്തിട്ടില്ല, അരപ്പടം ചെയ്തിട്ടുള്ളൂ. അവനെ ഈ കമ്മിറ്റികളിലെല്ലാം സ്ഥിരമായിരിക്കുന്ന ഒരു തല എൻ്റെ പാർട്ടിക്കാരനാണ്. അവൻ പറഞ്ഞിരിക്കും അയാളെ വിളിക്കരുത് കേട്ടോ, അയാളെ പോക്സോ കേസിലെ പ്രതിയാണ്, നമ്മളെ കമലിനിട്ട് ഒരു പണി പണിഞ്ഞപ്പോൾ ഞാൻ കമലിന് വേണ്ടി ഞാനൊരു പണി പണിഞ്ഞു കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അതായിരിക്കും പ്രേമം വിളിക്കാത്തത്, അത് പോട്ടെ. അപ്പോൾ ഈ ഡിന്നറിന് പോയാൽ രസകരമായ കാഴ്ചകൾ നമുക്ക് കാണാനാവും. അതിനായാണ് മുഖ്യമായും ഞാൻ പോകാറ്. കാരണം ഞാൻ അങ്ങേറ്റം പോയാൽ കുറച്ച് എന്താ പറയുക വെജിറ്റബിൾ ഈ ഹാഫ് ബോയിൽഡ് സാധനങ്ങളൊക്കെ കാണും. അതോ ഒരു ചപ്പാത്തിയൊക്കെ അല്ലേ ഞാൻ തിന്നുന്നത്, അല്ലാതെ നമ്മൾ ഇറച്ചി മീനൊന്നും വാരി വലിച്ച് തിന്നുന്ന ആളല്ലല്ലോ. ഞങ്ങളും ബുദ്ധിജീവികളാണെന്ന് കാണിക്കാൻ ചില സിനിമാ പെണ്ണുങ്ങൾ അല്ലെങ്കിൽ ചില സിനിമാക്കാരുടെ ഭാര്യമാർ മദ്യക്കുപ്പിയുമായി മദ്യ ഗ്ലാസുമായി വിദേശ ഡെലിഗേറ്റുകളുമായി ആടിക്കൊഴയുന്നതും പുകവലിക്കുന്നതും മറ്റ് പല പല കാഴ്ചകളും അവിടെ കാണാമായിരുന്നു. അപ്പോൾ മദ്യപിക്കാത്ത ഞങ്ങളുടെ ഒരു ടീമുണ്ട് അവിടെ, അത് ഞാൻ പേര് പറയുന്നില്ല. അവരൊക്കെ ഇപ്പോൾ ഞാൻ അവർക്ക് അനഭിമതനായതുകൊണ്ട് അവരുടെ ഒന്നും പേര് പറയുന്നില്ല. ഞങ്ങളിതൊക്കെ നോക്കി നിൽക്കും. ഈ അക്കച്ചികൾ വെള്ളം അടിച്ചും കൊണ്ട് വിദേശത്തു നിന്ന് വന്ന ഈ സായിപ്പന്മാരുമായിട്ട് കെട്ടിമറിയുന്നതൊക്കെ. പിറ്റേന്ന് ഇന്നലെ നടന്ന ഒന്നും ഞാനല്ലായിരുന്നു എന്ന മട്ടിൽ മര്യാദക്കാരികളായി എന്താ പറയുക ഫെസ്റ്റിവൽ നടക്കുന്നിടത്തൊക്കെ ഇങ്ങനെ നടക്കുകയും ചെയ്യും തേരാപ്പാരാന്ന്. രാത്രി പിന്നെയും കൂതറകളാവും. പകൽ മാന്യരും രാത്രി കൂതറകളാണ്. ഈ 10 ദിവസം ഡിന്നർ പാസുകളിൽ 2 പെഗ് മദ്യം കഴിക്കാനുള്ള കൂപ്പൺ പിൻ ചെയ്തിരിക്കും. എന്നോടൊപ്പം കുടിക്കാത്ത ചിലർ എൻ്റെ കൂട്ടിനുണ്ടാവും. ഞങ്ങളൊരു ടീമായി ഈ മദ്യസേവയിലെ മിമിക്രികൾ കണ്ടു നിൽക്കും. മസ്കറ്റ് ഹോട്ടലിൻ്റെ സ്വിമ്മിംഗ് പൂളിൻ്റെ കരയിലാണ് മിക്കവാറും ഈ ഡിന്നർ നടക്കുന്നത്. മലയാള സിനിമയിലെ ഒരു വലിയ PR അടിച്ച് പൂക്കുറ്റിയായി നിൽക്കുമ്പോഴാണ് ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ മറുവശത്ത്
പ്രശസ്തനായ ഒരു നിർമ്മാതാവ് നിൽക്കുന്നത് കണ്ടത്. കയ്യിലിരിക്കുന്ന മദ്യ ഗ്ലാസ് ഉയർത്തിക്കാട്ടി ഹലോ മിസ്റ്റർ എന്ന് പറഞ്ഞാൽ അയാളെ പേര് വിളിച്ചു. എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ PRO അങ്ങ് നടന്നു. ഒരു നിമിഷം എൻ്റെ തൊട്ട് മുന്നിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് എന്നുള്ള കാര്യം ഈ PRO മറന്നുപോയി. ഡബാന്ന് ഗ്ലാസ്സുമായിട്ട് PRO മസ്കറ്റ് ഹോട്ടലിലെ ഡിന്നർ നടക്കുമ്പോൾ ആ സ്വിമ്മിംഗ് പൂളിനകത്ത് ദബാന്ന് പറഞ്ഞ് ചെന്ന് വീണു. കണ്ടു നിന്നവരൊക്കെ എല്ലാം ഫിറ്റാണല്ലോ, ആർത്ത് ചിരിച്ചു, കൈയടിച്ചു. നന്നായി ഇന്ന് കുളിച്ചത്. ഈ കാഴ്ച കാണാൻ എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ UDF മന്ത്രിസഭയിലെ സിനിമാ മന്ത്രിയായി ഗണേശനും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഗണേശനും എൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. കഴിച്ച് ബോധം കെട്ട ഒരു സിനിമാ വാരികയുടെ, പ്രശസ്തമായ ഒരു സിനിമാ വാരികയുടെ ഫോട്ടോഗ്രാഫർ കസേരയിൽ നിന്നും ഊർന്ന് താഴെ പോയി. എന്നിട്ട് അദ്ദേഹം എണീക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മേശയുടെ അടിയിലൂടെ ഈ മുതലേക്ക് എഴയും പോലെ എഴഞ്ഞ് നീന്തി, പുൽത്തകിടി സ്വിമ്മിംഗ് പൂളാണെന്ന് വിചാരിച്ചങ്ങ് നീന്തി. വിദേശ ഡെലിഗേറ്റുകളുടെ കാലുകൾക്കിടയിലൂടെ ഫോട്ടോഗ്രാഫർ ബഹുദൂരം നിലത്ത് നീന്തി ഒടുവിൽ സ്വിമ്മിംഗ് പൂളിൽ വീഴും എന്നായപ്പോൾ നമ്മുടെ പ്രശസ്ത നിർമ്മാതാവായ കല്ലൂർ ശശി 2 കാലിലും പിടിച്ച്, ഈ ട്രാക്ടർ ഓടിക്കുമ്പോൾ 2 കാലിലും പിടിച്ച് തള്ളിക്കൊണ്ട് പോയി കുറച്ചപ്പുറത്ത് ഒരു ഇരുട്ടത്ത് കൊണ്ടുവന്ന് ഇട്ടു. ഒരു പ്രശസ്തമായ സിനിമാ വാരികയുടെ ഫോട്ടോഗ്രാഫറാണ്. ആലോചിച്ച് നോക്കണം. ഈ ഫ്രീ മദ്യം കിട്ടുമ്പോൾ ഒരു കുഴപ്പമാണ്. മദ്യ കൂപ്പണിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ വന്നത്. 2 കൂപ്പണിലോ 4 കൂപ്പണിലോ ചിലർക്ക് ഫിറ്റാവില്ല. സിനിമാ രംഗത്തെ വമ്പന്മാർ മദ്യപിക്കാത്ത ഞാനടക്കമുള്ളവരുടെ കൈവശമുള്ള കൂപ്പണിനായി സത്യം പറഞ്ഞാൽ യാചിക്കുന്നത് കാണണം. സ്വന്തം നിലവിട്ട് അപഹാസ്യരാകുന്ന കാഴ്ചകൾ കാണാം. ദിനേശ്, ആ 2 കൂപ്പൺ എനിക്ക് തരും ദിനേശ്, നീയോ കഴിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നമ്മൾ ബഹുമാനിക്കുന്ന ആളുകളാണ്. 2 കൂപ്പണിന് വേണ്ടി ഈ കെഞ്ചുന്ന വേണം കാണാൻ. നമ്മളൊക്കെ ബഹുമാനത്തോടെ കാണുന്ന ഒരു വിപ്ലവ നായികയുടെ മകളും ഒരു പത്രപ്രവർത്തകൻ്റെ മകളും ഒക്കെ പതിവായി ഫിലിം ഫെസ്റ്റിവലിന് വരുമായിരുന്നു. അപ്പോൾ വിപ്ലവ നായികയുടെ മോളായതുകൊണ്ടും പത്രപ്രവർത്തകൻ്റെ മോളായതുകൊണ്ടും ഒക്കെ ഇവർക്ക് എല്ലാ പാസും കിട്ടുമല്ലോ. ഇങ്ങനെയുള്ളതൊക്കെ കൊടുക്കുകയുള്ളൂ. അതാണ് പ്രശ്നം. ഒരു പാവപ്പെട്ട ഒരുത്തൻ ഒരു കൂപ്പൺ ചോദിച്ചാൽ, മദ്യപിക്കാൻ 2 കൂപ്പൺ ചോദിച്ചാൽ കൊടുക്കില്ല. ഈ കൂപ്പൺ ഇഷ്യൂ ചെയ്യുന്നവന്മാർ ഡെയിലി വേസിന് കുറേ എണ്ണത്തിന് എടുക്കും. 10-30 വർഷമായിട്ട് അവിടെ നിരങ്ങുന്ന, ഈ ഫിലിം ഫെസ്റ്റിവലിന് നിരങ്ങുന്ന കുറേ എണ്ണം ഉണ്ട്, കൊടുക്കില്ല. പക്ഷെ നേരെ മറിച്ച് ഈ പറഞ്ഞ ഐറ്റംസുകൾക്കൊക്കെ ആണെങ്കിൽ എത്ര കൂപ്പൺ വേണമെങ്കിലും കൊടുക്കും. ഇവരൊക്കെ ഭുജിവർഗമായതിനാൽ ഡിന്നറിന് വെള്ളം അടിക്കാനും വരും. ടാഗോർ തിയേറ്ററിൻ്റെ തെക്കുവശത്ത് സിഗരറ്റും കഞ്ചാവും ഒക്കെ വലിക്കുന്ന ഒരു ഇടമുണ്ട്. ആരും ശല്യപ്പെടുത്താത്ത ഒരു ഇരുട്ട് ഭാഗമുണ്ട്. ഈ പറഞ്ഞ കക്ഷികളൊക്കെ അവിടെ ഇരുന്ന് വലിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പെമ്പിള്ളേർ മദ്യപാന സദസ്സിൽ നിന്നും ചില കരീബിയൻ സിനിമാക്കാരായ കറപ്പന്മാരുമായി ചങ്ങാത്തം കൂടും. അകത്ത് നിറഞ്ഞു പൊന്തുകയല്ലേ ലഹരി. ഒരു പരുവമാകുമ്പോൾ ഈ 2 തരണിമണികളുടെ തോളുകളിൽ കൈയിട്ട് തൻ്റെ റൂമിലേക്ക് കരീബിയൻ ആനയിക്കുന്ന കാഴ്ച തുടർച്ചയായിട്ട് കുറേ ഫിലിം ഫെസ്റ്റിവലിൽ അതൊരു കാഴ്ചയായിരുന്നു. എല്ലാവരും കുനുകുനുകുനാ പറയും, നോക്കടാ മറ്റേ കറുപ്പം കൊണ്ട് പോകണം നോക്ക് 2 എന്ന് പറയുമായിരുന്നു. ഉത്തമ സിനിമാ സംസ്കാരം പഠിക്കാൻ, അത് കാണാൻ തലസ്ഥാനത്ത് വരുന്നതായിരുന്നു ഇവറ്റകൾ. ഇപ്പോൾ 2-3 ഫെസ്റ്റിവലായിട്ട് കാണാനില്ല. മോശമല്ലാതെ മദ്യപിക്കുന്ന ആളായിരുന്നു നമ്മുടെ ഉടൂർ ഉണ്ണികൃഷ്ണൻ. ഉണ്ണിയേട്ടൻ്റെ മദ്യപാന കഥകൾ നിരവധിയുണ്ട് വേണമെങ്കിൽ പറയാൻ. അതിലൊരു കഥ ഇപ്പോൾ പറയാം. ഒരു സിനിമയിൽ ഉണ്ണിയേട്ടൻ അഭിനയിക്കാൻ ചെന്നു. കിട്ടിയ വേഷം ഉണ്ണിയേട്ടന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തകർത്ത് അഭിനയിച്ചു. ആ ചിത്രത്തിലെ അഭിനയം തീർന്ന ദിവസം ആ ചിത്രത്തിലെ ചില പ്രധാനികളെയും കൂട്ടിയാണ് ഉണ്ണിയേട്ടൻ രാത്രി വീട്ടിലെത്തിയത്. അവരെ ഒന്ന് ആഘോഷിച്ചു വിടണമെന്ന് ഉണ്ണിയേട്ടന് തോന്നി. ഇവരെ നന്നായൊന്ന് സൽക്കരിക്കണം, അതായിരുന്നു ഉണ്ണിയേട്ടൻ്റെ ആഗ്രഹം. വരുന്ന വഴിക്ക് കുറച്ച് സേവയൊക്കെ നടത്തിയിട്ടാണ് വന്നത്. അത് പോരാ എന്ന് ഉണ്ണിയേട്ടന് തോന്നിക്കാണും. വിളിച്ചു പറയാതെ കൂട്ടുകാരുമായി കയറി വന്നതിനാൽ എന്തു കൊടുക്കുമെന്നായിരുന്നു വീട്ടുകാരിയുടെ പരിഭവം. എന്തൊക്കെയോ വാങ്ങിക്കാൻ ഉണ്ണിയേട്ടൻ ആളെ വിട്ടു. അത് മാത്രം പോരാ, നമ്മുടേതായി വല്ലതും കൂടി കൊടുക്കണമെന്ന് കലശലായ ആഗ്രഹം ഉണ്ണിയേട്ടന്. കൂടെ വന്നവരെ അവിടെ ഇരുത്തിയിട്ട് ഉണ്ണിയേട്ടൻ പറമ്പിലേക്ക് ഇറങ്ങി. രാത്രിയാണെന്നുള്ള ഉണ്ണിയേട്ടന് പ്രശ്നമൊന്നുമില്ല. കാരണം അതിൻ്റെ മുക്കും മൂലയും എല്ലാം കാണാപ്പാടം അറിയാവുന്ന ആളല്ലേ. അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. കണ്ണും അടച്ചുകൊണ്ട് പറമ്പിൻ്റെ മുക്കിലും മൂലയിലും വേണമെങ്കിൽ ഉണ്ണിയേട്ടന് പോകാൻ പറ്റും. അത്രയ്ക്ക് തറവാണ് അദ്ദേഹത്തിന്. പാകമായി വരുന്ന 5 മൂട് കപ്പ പറിക്കാം എന്നാണ് അദ്ദേഹത്തിന് തോന്നി. മരിച്ചീനി
പിഴുതെടുക്കാം എന്ന് അദ്ദേഹത്തിന് തോന്നി. ഇരുട്ടാണെങ്കിലും നിഴൽ പോലെ ആരോഗ്യത്തോടെ നിൽക്കുന്ന മരിച്ചിനി കമ്പുകൾ പറമ്പിലെവിടെയും ഉണ്ണിയേട്ടന് കാണാം. ഭൂമിക്ക് നനവുള്ളതിനാലാണോ എന്തെന്നറിയില്ല, ഉള്ളിൽ മദ്യം കിടക്കുന്നതുകൊണ്ടാണോ എന്നും അറിയില്ല, കപ്പത്തണ്ട് ഉണ്ണിയേട്ടൻ വലിച്ചപ്പോൾ ഒറ്റ വരി തന്നെ പിഴുതു വന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. കിഴങ്ങ് വച്ച് തുടങ്ങിയിട്ടില്ല, വേരായതേ ഉള്ളൂ, വേര് പടരുന്നേ ഉള്ളൂ. അതിൻ്റെക്ക് കിഴങ്ങായില്ല, അതിന് മുമ്പ് ഉണ്ണിയേട്ടൻ വലിച്ചു പിഴുതതാണ്. 1 പിഴുതു, 10 പിഴുതു, പറമ്പിൽ വയ്ക്കുന്ന മുഴുവൻ മരിച്ചിനി പിഴുതിട്ടും ഒന്നിൽ പോലും കിഴങ്ങ് വച്ചിട്ടില്ല. ആ ദൗത്യം പരാജയപ്പെട്ടു. ഉള്ളതുകൊണ്ടൊക്കെ വിളമ്പി ആഘോഷിച്ച് വന്നവരെയൊക്കെ പറഞ്ഞു വിട്ടു. ക്ഷീണത്താൽ ഉണ്ണിയേട്ടൻ ഉറങ്ങി, ഒന്നും അറിയാതെ. നേരം വെളുത്തതറിഞ്ഞ് നേരം വെളുത്തത് പുള്ളി അറിഞ്ഞത് തന്നെ ഭാര്യയുടെ സങ്കടവും ദേഷ്യവും നിസ്സഹായതയും ഒക്കെ കലർന്ന വർത്തമാനം അടുത്ത മുറിയിൽ കേട്ടുകൊണ്ടാണ്. അല്ലെങ്കിൽ എണീക്കില്ലായിരുന്നു. ഭയങ്കര അവർ എന്തോ കലുബലാ വഴക്ക് പറയും. എന്ത് സംഭവിച്ചു എന്ന് മനസ്സിലായില്ല എങ്കിലും എന്തോ പിശക് തനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഉണ്ണിയേട്ടന് മനസ്സിലായി. ആ വർത്തമാനത്തിൽ നിന്ന് എന്നെയാണ് കുത്തുന്നതെന്ന് മനസ്സിലായി. പുറത്തിറങ്ങി എന്താ എന്ന് ചോദിക്കുന്നതിന് പകരം തലേന്ന് കപ്പ പിഴുതെടുക്കാനായി പോയ പറമ്പിലേക്ക് ഉണ്ണിയേട്ടൻ നോക്കി. ഒന്ന് ഉണ്ണിയേട്ടൻ ഞെട്ടിയോ എന്നൊരു സംശയമുണ്ട്. വീട്ടുകാര്യവും കൃഷിക്കാര്യവും ഒന്നും സിനിമാ തിരക്കുകളിടയിൽ ഉണ്ണിയേട്ടൻ ശ്രദ്ധിക്കാറില്ല. എല്ലാം വീട്ടുകാർക്കാണ് ഉത്തരവാദിത്വം. പറമ്പാകെ കിളച്ച് മറിച്ച് കുറച്ച് റബ്ബർ തൈകൾ വച്ച് വളവും വെള്ളവും ഒക്കെ കൊടുത്ത് നന്നായി നല്ല കൊഴുകൊഴാന്ന് വളർത്തിയെടുത്തതാണ്. ഇന്നലെ രാത്രി മരിച്ചിരി കമ്പ് അല്ലെങ്കിൽ കപ്പ കമ്പാണെന്ന് വിചാരിച്ചിട്ട് ആ പറമ്പിൽ നിന്ന മുഴുവൻ റബ്ബർ തൈകളുമാണ് ഉണ്ണിയേട്ടൻ പിഴുതെറിഞ്ഞത്. ഓരോന്ന് പിഴുതു നോക്കി വേരിൽ കിഴങ്ങില്ല, റബ്ബർ തൈക്ക് കിഴങ്ങ് വിടുന്നു വരെ. അങ്ങനെ ആ പറമ്പിൽ നിന്ന മുഴുവൻ റബ്ബർ തൈകളെയും ഉണ്ണിയേട്ടൻ പിഴുതു കളഞ്ഞു. 45 വർഷം മുമ്പത്തെ ഒരു കഥ പറയാം. സാഹിത്യരംഗത്ത് നിന്ന് എന്താ പറയുക, സിനിമാ രംഗത്തേക്ക് നമ്മുടെ പി പത്മരാജൻ സാർ എത്തിയ കാലം 1978 രാപ്പാടികളുടെ ഗാഥ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ മികച്ച തിരക്കഥാകൃത്തിൻ്റെ അവാർഡ് നേടിക്കൊടുത്ത തിരക്കഥ എഴുതിക്കൊണ്ട് അദ്ദേഹം രംഗത്തെത്തി. പി പത്മരാജൻ പിറ്റേ വർഷം 1979 ആദ്യമായി സംവിധായകനായി പെരുവഴിയമ്പലത്തിലൂടെ. ആ ചിത്രം മികച്ച 2ാമത്തെ ചിത്രത്തിനുള്ള അവാർഡും തിരക്കഥയ്ക്കുള്ള അവാർഡും ആ വർഷം നേടിയെടുത്തു. സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് അക്കാലത്ത് രൂപീകൃതമായ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡുകൾ പ്രഖ്യാപിക്കുന്ന രീതിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ്. സംസ്ഥാന അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പേ ക്രിറ്റിക്സ് അവാർഡ് പ്രഖ്യാപിക്കും. അങ്ങനെ കരിങ്കുരങ്ങ് രസായനത്തിൽ കരിങ്കുരങ്ങ് ഇല്ല എന്ന് പറയും പോലെയാണ് നിരൂപകന്മാർ ഇല്ലാത്ത സംഘടനയാണ് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ. അന്നും ഇന്നും പേര് ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ എന്നാണ്, പക്ഷേ അതിലൊരു നിരൂപകന് ഒരു ക്രിട്ടിക്കും ഇല്ല എന്നുള്ളതാണ് സത്യം. കുറച്ച് സിനിമാ പത്രപ്രവർത്തകർ അടങ്ങിയ ഒരു സംഘടനാ പാഠവും കൊണ്ടും തലപ്പത്ത് വന്ന ചിലരുടെ സ്വാധീനങ്ങൾ കൊണ്ടും ക്രിട്ടിക്സ് അസോസിയേഷൻ 1/2 നൂറ്റാണ്ട് പിന്നിട്ടു. ഇപ്പോഴും ഭംഗിയായിട്ട് അവാർഡ് നൽകുന്ന സംഘടനയായി മാത്രമായി ഇപ്പോഴും പ്രവർത്തിക്കുന്നു. ഒരുപാട് കാലം ക്രിട്ടിക്സിനെ നയിച്ചിരുന്ന ജനറൽ സെക്രട്ടറി മണ്ണാറക്കയം ബേബിയായിരുന്നു. നനച്ചിരിക്കാതെ അദ്ദേഹത്തിനുണ്ടായ മരണം സംഘടനയെ കുറച്ച് പിന്നോട്ടടിച്ചിട്ടുണ്ടെന്ന് ഇപ്പോഴത്തെ അവാർഡ് ദാനങ്ങൾ കാണുമ്പോൾ അറിയാം. പറയാൻ വന്നത് 1979 മികച്ച ചിത്രമായി കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ നിശ്ചയിച്ചത് ഭരതൻ്റെ തകരയായിരുന്നു. പത്മരാജന് തിരക്കഥയ്ക്ക് മാത്രമായിരുന്നു അവാർഡ്. സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ ക്രിട്ടിക്സുകാർക്കൊരു സന്ദേഹം, ഞങ്ങൾ പ്രഖ്യാപിച്ച അവാർഡുകൾ പിശക് പറ്റിയോ എന്ന്. പുതുമുഖമായ ഒരു ഉണ്ടക്കണ്ണൻ ചെറുക്കനെ പ്രധാന വേഷക്കാരനാക്കി എടുത്ത പെരുവഴിയമ്പലം എവിടെയും ചർച്ചയാകുന്നു. സംസ്ഥാന അവാർഡ് 2ാമത്തെ മികച്ച ചിത്രത്തിൻ്റെയും തിരക്കഥയ്ക്കും നേടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് പിഴയ്ക്കണം. സദാ തലസ്ഥാനത്ത് കാണുന്ന പത്മരാജനോട് നമ്മൾ നീതി പുലർത്തിയില്ല എന്നൊരു തോന്നൽ ക്രിട്ടിക്സുകാർക്ക് തോന്നി. പത്മരാജൻ പക്ഷേ പ്രതികരിച്ചൊന്നുമില്ല. നമുക്ക് സംസ്ഥാന അവാർഡിൻ്റെ മികച്ച 2ാമത്തെ ചിത്രത്തിനും മികച്ച തിരക്കഥയ്ക്കും ഒക്കെ അവാർഡ് കിട്ടിയിട്ടും നിങ്ങളുടെ ക്രിട്ടിക്സ് അസോസിയേഷൻ അത് ശ്രദ്ധിച്ചില്ലല്ലോ എന്നും പത്മരാജൻ പറയാൻ പോയില്ല. ആ കുറവ് പരിഹരിക്കാനായി ക്രിട്ടിക്സുകാർ ഒരു തീരുമാനമെടുത്തു. ഇതിനിടയിൽ മറ്റൊന്നുകൂടി സംഭവിച്ചു. 1979 മികച്ച പ്രാദേശിക സിനിമയ്ക്കുള്ള ദേശീയ അവാർഡും പെരുവഴിയമ്പലം നേടിയെടുത്തു. അതിൽ പിടിച്ച് ഈ നാഷണൽ അവാർഡ് കിട്ടിയതിൻ്റെ ആ മഹത്വത്തിൽ പിടിച്ച് തലസ്ഥാനത്ത് പത്മരാജന് ഒരു ഗംഭീര സ്വീകരണം നൽകാൻ
ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻകാർ തീരുമാനിച്ചു. സെക്രട്ടേറിയറ്റിൻ്റെ കിഴക്കുവശത്തുള്ള YMCAയിൽ സ്വീകരണ ചടങ്ങ് സംഘടിപ്പിച്ചു. അക്കാലത്തെ ക്രിറ്റിക്സുകാരെല്ലാം മോശമല്ലാത്ത കുടിയന്മാരും YMCAയുടെ എതിർവശത്തുള്ള സേവിയേഴ്സ് എന്ന് പറഞ്ഞ പ്രശസ്തമായൊരു ബാറുണ്ടായിരുന്നു. ആ സേവിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ലോഡ്ജും ഒക്കെ കൂടിയുള്ളതാണ് സേവിയേഴ്സ്. സന്ധ്യയ്ക്കൊക്കെ ചെന്നാൽ ഭയങ്കര തിരക്കാണ്. പ്രത്യേകിച്ച് ഈ പത്രക്കാരെല്ലാം ഇടിച്ചു കയറുന്ന സ്ഥലമായിരുന്നു. അവിടെ പറ്റുപിടിക്കാരായിരുന്നു ഈ ക്രിറ്റിക്സിലുണ്ടായിരുന്ന അന്നത്തെ പല പ്രവർത്തകർ. റോഡിൽ മുഖാമുഖമാണ് YMCAയും സേവിയേഴ്സ് നിൽക്കുന്നത്. റോഡിൻ്റെ ഈ വശത്ത് YMCA, ഈ വശത്ത് സേവിയേഴ്സ്. കയറി അടിക്കാനും നല്ല സൗകര്യമുണ്ടല്ലോ. സ്വീകരണ പരിപാടിക്കായി നിരവധി സിനിമാക്കാരെയും വിളിച്ചു വരുത്തിയിട്ടുണ്ട്. ഹാള് നിറയെ സിനിമാ പ്രേക്ഷകരാൽ നിറഞ്ഞു. പറഞ്ഞിരുന്ന സമയത്തിനും 1 മണിക്കൂർ മുമ്പേ തന്നെ കുടുംബസമേതനായി പത്മരാജൻ എത്തിക്കഴിഞ്ഞു സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങാനായിട്ട്. പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞും വരേണ്ട എല്ലാവരും എത്തിയിട്ടും ക്രിറ്റിക്സിൻ്റെ പ്രസിഡൻറ്റ് മാത്രം സ്ഥലത്തെത്തിയില്ല. അദ്ദേഹം വന്നാലുടനെ തുടങ്ങാം. അക്കാലത്ത് മൊബൈലൊന്നും ഇല്ലല്ലോ. സംഘാടകർ ചിലർ അരയും തലയും മുറുക്കി അങ്ങിറങ്ങി. സേവിയേഴ്സ് മുതൽ തലസ്ഥാനത്തെ ഏതാണ്ട് എല്ലാ ബാറുകളിലും കയറി പ്രസിഡൻറ്റിനെ തപ്പി. മോശമല്ലാത്ത മദ്യപാനിയാണ് പ്രസിഡൻറ്റ്. അന്വേഷിച്ച ഒരു ബാറിലും പ്രസിഡൻറ്റിനെ കണ്ടുകിട്ടിയില്ല. പോയവരൊക്കെ നിരാശരായി YMCAയിൽ മടങ്ങിയെത്തി. ഇനി എന്ത് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ പത്മരാജൻ്റെ പറയുമ്പോൾ പ്രസിഡൻറ്റ് വന്നിട്ടില്ല, അതുകൊണ്ടാണ് യോഗം വൈകുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ ദൈവം പ്രത്യക്ഷപ്പെട്ട പോലെ ആ അന്തരാളഘട്ടത്തിൽ ഒരു അംബാസഡർ കാർ വന്നു നിന്നു YMCAയുടെ മുന്നിൽ. അതിനുള്ളിൽ നിന്നും ഒട്ടും വയ്യാത്ത സ്ഥിതിയിൽ ക്രിറ്റിക്സിൻ്റെ പ്രസിഡൻറ്റ് ഇറങ്ങുകയാണ്. ദൈവം വലിയവനാണെന്ന് പറയുന്നത് ചുമ്മാതല്ല, അഭിമാനം കാത്തല്ലോ സംഘടനയുടെ. വൈകിയാണെങ്കിൽ അദ്ദേഹം എത്തിയല്ലോ. കണ്ടു നിന്ന ഈ അടുത്ത കാലത്ത് മരിച്ച എൻ്റെ നാട്ടുകാരനായ പൂവപ്പള്ളി രാമേന്ദ്രൻ സാറും പിന്നെ ക്രിറ്റിക്സിൻ്റെ അന്നത്തെ ജനറൽ സെക്രട്ടറിയായ വിതുര ബേബിയും ഓടിച്ചെന്നു. പ്രസിഡൻറ്റിനെ താങ്ങിപ്പിടിച്ച് ഉടയാതെ സ്റ്റേജിൽ കൊണ്ടിരുത്തി. അംഗരക്ഷകരെ പോലെ പൂവപ്പള്ളിയും വിതുര ബേബിയും അപ്പുറം ഇപ്പുറം നിന്നു. കാരണം ചരിഞ്ഞാൽ പിടിക്കാനായിട്ട്. ഇപ്പോഴത്തെ ബ്ലാക്ക് കാറ്റുകളൊക്കെ വന്ന് നിൽക്കുന്നില്ലേ, പ്രധാനമന്ത്രിയൊക്കെ വരുമ്പോൾ അതിൻ്റെ അപ്പുറം നിൽക്കുന്നില്ലേ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ അപ്പുറം ഇപ്പുറമൊക്കെ നിൽക്കും പോലെ പൂവപ്പള്ളിയും വിതുര ബേബിയും അപ്പുറം ഇപ്പുറം നിന്നു. വലത്തോട്ട് ചാഞ്ഞാൽ പൂവപ്പള്ളി താങ്ങും, ഇടത്തോട്ട് ചാഞ്ഞാൽ വിതുര ബേബി പോക്കൂ. പ്രോഗ്രാം ആരംഭിച്ചു. ഈശ്വര പ്രാർത്ഥനയ്ക്ക് ഒരു പെൺകുട്ടി മൈക്കിന് മുന്നിലെത്തി. എല്ലാവരും ഭക്തിയാദരപൂർവ്വം എണീറ്റ് നിന്നു. പ്രസിഡൻറ്റ് മാത്രം എണീറ്റില്ല. അദ്ദേഹം എണീറ്റാൽ വീഴും, അതുകൊണ്ട് അദ്ദേഹം കസേരയിൽ തന്നെ ഇരുന്നു. വിതുര ബേബി എന്ന ജനറൽ സെക്രട്ടറി തൽക്കാലം പ്രസിഡൻറ്റിൻ്റെ ഗൺമാൻ പണി ഒഴിവാക്കിയിട്ട് സ്വാഗതം പറയാൻ പോയി. ഒരു തട്ടുപൊളിപ്പൻ പ്രസംഗം തന്നെ വിതുര ബേബി കാച്ചിയിട്ട് അധ്യക്ഷ പ്രസംഗത്തിനായി പ്രസിഡൻറ്റിനെ വിളിച്ചു. എന്നിട്ട് വിതുരയും പൂവപ്പള്ളിയും കൂടി ചേർന്ന് മൈക്കിന് മുന്നിൽ പ്രസിഡൻറ്റിനെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. അംഗരക്ഷകരായി രണ്ടുപേരും അവിടെയും ഇടം വലം നിന്നു. കാരണം ഈ അവിടുന്ന് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ചരിഞ്ഞാൽ എന്ത് ചെയ്യുന്നത്? അതുകൊണ്ട് അവർ രണ്ടുപേരും ഗൺമാൻമാരെ പോലെ അപ്പുറം ഇപ്പുറം നിന്നു. സുഹൃത്തുക്കളെ, പ്രസംഗം ആരംഭിക്കുകയാണ്. പഴുപഴുപ്പുള്ള പ്രസിഡൻറ്റിൻ്റെ തുടക്കം. ജനം കാത്തിരിക്കുന്നു. പ്രിയൻ്റെ സിനിമ കാണാൻ ഇരിക്കും പോലെ എന്തോ ഇവിടെ സംഭവിക്കാമെന്ന് ജനത്തിന് മനസ്സിലായി. പ്രിയദർശൻ്റെ പടം പോലെ കാണാം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇരിക്കുകയാണ്. നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്തിനാണെന്ന് ഞാൻ വിശേഷിച്ച് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹം സംസാരിച്ചു തുടങ്ങുകയാണ്. ഇവിടെ നമ്മൾ പത്മരാജന് സ്വീകരണം കൊടുക്കുന്നു. അതെന്തിനാണെന്ന്, ഇനി എന്തിനാണ് സ്വീകരണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. നിങ്ങൾക്കറിയാം സ്വീകരണം എന്തിനാണെന്ന്. പത്മരാജൻ്റെ ആദ്യ സിനിമ ഒന്നാന്തരം സിനിമയാണ്. അതായത് ക്രിറ്റിക്സ് അവാർഡ് കൊടുക്കാത്ത സിനിമയെ പറ്റി പറയാണ്, ഒന്നാന്തരം സിനിമയാണെന്ന്. പത്മരാജൻ മലയാളിക്ക് അഭിമാനമാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പ്രാവശ്യബലം മലയാളിക്ക് അഭിമാനമാണ്. പെരുവഴിയമ്പലം എന്ന് പറയുക, പ്രാവശ്യബലം എന്ന് പറഞ്ഞാൽ എൻ്റെ നാടിൻ്റെ ഒരു 2 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലപ്പേരാണ് പ്രാവശ്യബലം. ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രസംഗിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പത്മരാജൻ്റെ ആദ്യ സിനിമ പ്രാവശ്യബലം മലയാളിക്ക് അഭിമാനകരമാണ്. പത്മരാജൻ ഒന്ന് അനങ്ങിയിരുന്നു. പുല്ല് വരണ്ടായിരുന്നു എന്ന് തോന്നിക്കാണും. സദസ്യർ അടക്കി പിടിച്ച് ചിരിക്കാൻ തുടങ്ങി. ഈ ഗ്യാപ്പിൽ പ്രസിഡൻറ്റ് ഒരു ഗ്ലാസ് വെള്ളം ഒറ്റ വലിക്കകത്താക്കി വറുവറായിരിക്കുകയാണ്. വെള്ളം അടിച്ച് വറണ്ടിരിക്കുക. പ്രാവശ്യമ്പലം പോലെയുള്ള
പത്മരാജൻ്റെ ഒരു ഉത്തമ സിനിമ അടുത്ത കാലത്തൊന്നും ഇനി ഉണ്ടാകാൻ പോകുന്നില്ല, അത്ര മഹത്തരമാണ് പ്രാഴ്ചബലം. സദസ്യർ കൺട്രോൾ പോയതുപോലെ പൊട്ടിച്ചിരിച്ചു. അത് കണ്ടപ്പോൾ പ്രസിഡൻ്റായ അധ്യക്ഷന് അത്ര പിടിച്ചില്ല. അകത്ത് കിടക്കുന്ന സാധനം പ്രസിഡന്റിനെ എരികേറ്റി. നിങ്ങളിത്ര പൊട്ടിച്ചിരിക്കാനും വേണ്ടി ഞാൻ കോമഡിയൊന്നും അടിച്ചില്ലല്ലോ. എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറങ്ങിപ്പോ, അവരെവിടെ ഇരുന്ന് ചിരിക്കരുത് എന്നായി അദ്ദേഹം. സദസ്യരും വിട്ടില്ല. അവർ നിർത്താതെ കൂകി. എന്ത് ചെയ്യണം എന്നറിയാതെ പത്മരാജനിരുന്നു. ആദരിക്കാൻ വിളിച്ച ഒരു ചടങ്ങാണേ. കൂവലിൻ്റെ ഗ്രേഡ് കൂടി വന്നു. പ്രസിഡന്റ് ക്ഷോഭത്തോടെ ഉച്ചത്തിൽ പറഞ്ഞു, ആരും കൂവണ്ട, എനിക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടേ ഞാൻ ഇരിക്കൂ. പത്മരാജൻ്റെ പ്രാഴ്ചമ്പലത്തെ പറ്റി എനിക്ക് കുറേ പറയാനുണ്ട്. അതിനിടയിൽ ഏത് എരപ്പ കൂവിയാലും എനിക്കൊരു ചുക്കുമില്ല. വന്നിരിക്കുന്ന പ്രേക്ഷകരെ വിളിക്കുകയാണ് എരപ്പയെന്ന്. കൂവൽ ഉച്ചസ്ഥായിലാവുന്നു. കസേരകൾ പല ദിക്കിലേക്ക് പറക്കുന്നു. വേദിയിൽ വിയർത്തൊലിച്ച് അക്ഷമനായി പത്മരാജനിരുന്നു. ആകെ അസ്വസ്ഥമായ സദസ്യർ. ശ്രോതാക്കൾ ശാന്തരാകാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എരപ്പകൾ എന്നാണ് പ്രസിഡന്റ് വിളിച്ചത്. എന്നിട്ടാണ് അദ്ദേഹം പ്രസംഗം തുടരുന്നത്. കൂടെയുള്ള സംഘാടകർ ഒന്നൊന്നായി എറി വാങ്ങാനാവാതെ മുങ്ങുക പോലും ചെയ്തിട്ടും പത്മരാജൻ്റെ ആദ്യ സിനിമ പ്രാവശ്യമ്പലത്തെക്കുറിച്ച് പ്രസിഡന്റ്, ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പതുക്കെ ആൾക്കാർ പറഞ്ഞുപോയി, പത്മരാജ് സാർ പോയോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ രസകരമായ പെരുവഴിയമ്പലത്തിന് പ്രാവശ്യമ്പലം എന്നാക്കിയ മഹാനാണ് ആദ്യകാല ക്രിറ്റിക്സിൻ്റെ സാരഥികളിലൊരാൾ. ഒരു കഥ കൂടി പറഞ്ഞ് ഇത് അവസാനിപ്പിക്കാം. ഹോട്ടൽ ബിസിനസ്സും തുണിക്കടയുമൊക്കെയുള്ള അരോമണി ധീരസമീരെ യമുനാധീരെ എന്ന സിനിമ നിർമ്മിച്ചുകൊണ്ടാണല്ലോ സിനിമാ രംഗത്തേക്ക് ഇറങ്ങിയത്. കുറച്ച് സിനിമകൾ നിർമ്മിച്ചു കഴിഞ്ഞപ്പോൾ അരോമണി ചിന്തിച്ചു, എന്തുകൊണ്ട് സിനിമാ സംവിധാനം കൂടി എനിക്ക് തന്നെ ചെയ്തുകൂടാ. കഥയും തിരക്കഥയും ഒക്കെ ആയി. കുയിലിനെ തേടി എന്ന് പേരിട്ടു. നമ്മുടെ പ്രിയദർശനാണ് പേര് വയ്ക്കാതെ ആ സിനിമ എഴുതിയിരിക്കുന്നത്. ആദ്യ സംവിധാന സംരംഭമല്ലേ, സ്വിച്ച് ഓൺ തന്നെ ആഘോഷമാക്കണമെന്ന് മണിസാർ തീരുമാനിച്ചു. സ്റ്റാച്യുവിലെ അരോമ ഹോട്ടൽ കോമ്പൗണ്ടിൽ രാവിലെ 8 മണിക്ക്, ഒരു തീയതിയൊക്കെ കുറിച്ച് 8 മണിക്ക് സ്വിച്ച് ഓണെന്ന് തീരുമാനിച്ചു. തിരുവനന്തപുരത്തെ സിനിമാക്കാരെയും പ്രമാണിമാരെയും എല്ലാം സ്വിച്ച് ഓണിന് വിളിച്ചു. വലിയ കവറേജ് കിട്ടാനായി സ്വിച്ച് ഓണിൻ്റെ തലേന്ന് പത്രക്കാർക്കും സിനിമാക്കാർക്കുമായി ഇവിടെ തമ്പാനൂരുള്ള ഹോട്ടൽ കീർത്തിയിൽ ഗംഭീരമായൊരു പാർട്ടി വെച്ചു മണിസാർ. വിളിച്ചവരും വിളിക്കാത്തവരും കേട്ടറിഞ്ഞവരും എല്ലാം കീർത്തിയിൽ വന്നു. മദ്യം പൂന്തി വിളയാടി എന്ന് ഞാൻ പറയണ്ടല്ലോ. വിസ്കിയും ബ്രാൻഡിയും ജിന്നും ബിയറും ഒക്കെ ഒഴുകി. ചിക്കനും മട്ടനും ബീഫും കൊഞ്ചും കണവയും ഒക്കെ തിന്നു മുടിച്ചു. ഈ വെള്ളമടി പാർട്ടി തീരുന്നതിന് അല്പം മുമ്പ് എന്താ പറയുക, മദ്യക്കുപ്പി തീർന്നാൽ ബഹളം ഉണ്ടാക്കുമല്ലോ. ഞാൻ ഒരുപാടത്ത് കണ്ടിട്ടുണ്ട്. മദ്യം ആവശ്യത്തിന് കിട്ടിയില്ലെങ്കിൽ ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുന്നിടത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഫിറ്റായി കഴിയുമ്പോൾ ഒരു പെഗ് വെച്ചാൽ ഇല്ല സാർ തീർന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമാവും. അതുകൊണ്ട് തീരുന്നതിനനുസരിച്ച് മദ്യക്കുപ്പികളും ചിക്കനും ഒക്കെ പിന്നെയും വന്നുകൊണ്ടേയിരുന്നു. തലസ്ഥാനത്തെ പ്രമുഖനായൊരു പത്രക്കാരനും ഗ്രേഡ് നോക്കാതെ കിട്ടിയ കുപ്പിയിൽ നിന്നൊക്കെ കുടിച്ച് ഒരു വഴിയായി, ഒരു ബോധവും ഇല്ലാതായി ആ പത്രക്കാരന്. ഇനി വയറ്റിൽ ഇടമില്ല എന്ന് വയററിയിക്കുന്ന ഘട്ടമായപ്പോൾ അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജിമ്മി എന്ന് പറഞ്ഞ വളർത്തു നായയെക്കുറിച്ച് ഓർത്തു. ബ്രാഹ്മണനാണ് ആൾ. അപ്പോൾ ബ്രാഹ്മണനായതിനാൽ അദ്ദേഹം മത്സ്യമാംസാദികളൊന്നും കയറ്റാത്തതിനാൽ ജിമ്മി കഴിക്കുന്നതും ഇഡ്ഡലിയും സാമ്പാറും ദോശയൊക്കെ ഉപ്പുമാവും ഒക്കെയാണ് കഴിക്കുന്നത്. ഇതൊക്കെ കിടക്കുമ്പോൾ നോക്കുമ്പോൾ മേശയുടെ 4 ചുറ്റും നോക്കുമ്പോൾ ഈ ആഹാരം ആക്രാന്തത്തോടെ വാങ്ങിച്ചു കൂട്ടുമല്ലോ, എന്നിട്ട് പകുതി പോലും തിന്നില്ല. അപ്പോൾ അങ്ങനെ ഞാൻ എറണാകുളത്ത് ചില കല്യാണങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എത്ര ലക്ഷം രൂപയുടെ ഫുഡാണ് വേസ്റ്റ് ആവുന്നതെന്ന്. കാരണം ചുമ്മാ കിട്ടുന്നതുകൊണ്ട് ആസിഡ് കുടിക്കുമെന്ന് പറഞ്ഞ പോലെ കിട്ടുന്നതെല്ലാം വാരി വലിച്ചൊരു പ്ലേറ്റിലെടുക്കും, എന്നിട്ട് അതിൻ്റെ 10-1 പോലും തിന്നില്ല, ബാക്കിയോടെ ഇട്ടിട്ട് പോകും. അപ്പോൾ ഈ സ്വാമി ഇങ്ങനെ നോക്കിയപ്പോൾ ഇരിക്കുന്ന എല്ലാ മേശകളിലും ചിക്കനും മട്ടനും ബീഫും ഒക്കെ ഇഷ്ടംപോലെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അദ്ദേഹം ആലോചിച്ചത്, എൻ്റെ ജിമ്മി ജനിച്ച കാലം മുതൽ അല്ലെങ്കിൽ വളർത്തുന്ന കാലം മുതൽ സാമ്പാറും ഇഡ്ഡലിയും ഉപ്പുമാവും ദോശയൊക്കെ അല്ലേ തിന്നുന്ന പാവം. അപ്പോൾ എന്താ പറയുക, ഇത് നല്ല അവസരമാണ് എന്ന് സ്വാമിക്ക് തോന്നി. അദ്ദേഹം
പലരും വാങ്ങി ആക്രാന്തത്തോടെ കഴിച്ചിട്ട് വലിച്ച് വാരിയിട്ടിട്ട് പോയിരിക്കുന്ന സാധനങ്ങൾ കണ്ടപ്പോൾ ജിമ്മിയെ ഒന്ന് സ്മാർട്ടാക്കിയാലോ എന്ന് അദ്ദേഹത്തിന് തോന്നി. ഒരു മനുഷ്യ സ്നേഹം കൊണ്ടായിരിക്കും അദ്ദേഹം ചെയ്തത്. ഒരു മടിയും കൂടാതെ സ്വാമി നിരന്നു കിടക്കുന്ന പാത്രങ്ങളിൽ വാരി വലിച്ചിട്ടിരിക്കുന്ന കഴിക്കാതെ ഇട്ടിട്ട് പോയ ചിക്കനും മട്ടനും ബീഫും മുട്ടയും പൊറോട്ടയും എല്ലാം വാരിക്കൂട്ടി ഒരു വലിയ പൊതിയാക്കി. ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ ദീപാരാധനയൊക്കെ കഴിഞ്ഞിട്ട് അരോമമണി വന്നപ്പോൾ 9 മണിയായി. അദ്ദേഹം നാളെ പൂജ ആയതുകൊണ്ട് എൻ്റെ പടത്തിന് നല്ല വിജയം ഉണ്ടാവണമെന്നൊക്കെ പ്രാർത്ഥിക്കാനായിട്ട് ദീപാരാധന തൊഴാൻ ശംഖുമുഖം ദേവീക്ഷേത്രത്തിൽ പോയിട്ട് അവിടെ എല്ലാം കഴിഞ്ഞ് പ്രസാദമൊക്കെ വാങ്ങിച്ചു വന്നപ്പോൾ 9 മണി കഴിഞ്ഞു. കുടിയും കടിയും കഴിഞ്ഞ് ഏതാണ്ട് എല്ലാവരും അപ്പോഴേക്കും പൊയ്ക്കഴിഞ്ഞു. ഈ പറഞ്ഞ സ്വാമി മണിസാർ വന്നിറങ്ങുമ്പോൾ അകത്തുനിന്നൊരു വലിയ പൊതിക്കെട്ടുമായി വേച്ച് നടന്നു വരികയാണ്. പത്രക്കാരനായ സ്വാമിയെ കണ്ടപ്പോൾ അരോമണി ചോദിച്ചു, സാറിന് വണ്ടിയില്ലെങ്കിൽ എൻ്റെ കാറിൽ പോവാം, ഞാൻ പോണ വഴിക്ക് ഇറക്കാം. അനുസരണയോടെ സ്വാമി കാറിൻ്റെ പിൻ സീറ്റിൽ കയറി. മുൻ സീറ്റിൽ കയറിയ അരോമണി സാർ ഡ്രൈവറോട് പറഞ്ഞു, സാറിൻ്റെ കയ്യിലിരിക്കുന്ന പൊതി വാങ്ങി ഡിക്കിയിൽ വയ്ക്കും. വേറെ ആരെയും 2 പേരെ കൂടി പുറത്തെ സീറ്റിൽ കയറ്റി. കാർ വിട്ടതും ഫിറ്റായിരുന്നതിനാലും രാത്രിയിലെ കുളിർകാറ്റ് അടിച്ചതിനാലുമായിരിക്കാം സ്വാമി കയറിയ പാടെ കാറിലിരുന്ന് ഉറങ്ങി. കാറ് സ്വാമിയുടെ വീട്ട് വാതിൽക്കലെത്തിയപ്പോഴാണ് സ്വിച്ച് ഇട്ട പോലെ സ്വാമി ഇറങ്ങിയത്. എനിക്കൊണ്ട് പതിവായിട്ട് ഇങ്ങനെ ആയിരിക്കും, ആരെങ്കിലും കാറിലേക്ക് നിന്ന് ഇറങ്ങും. ആ വീടെത്തിയതും സ്വാമി ചാടി എണ്ണീറ്റു. ഡ്രൈവറോട് ഡിക്കി തുറക്കാൻ പറഞ്ഞു. ഡിക്കി ഡ്രൈവർ തുറക്കും മുമ്പ് തന്നെ സ്വാമി പൊതുക്കെട്ടും എടുത്തോണ്ട് വേച്ച് ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക് കയറി. കാറ് തിരിക്കുന്നതിനിടയിൽ സ്വാമി കോളിംഗ് ബെൽ അടിക്കുന്നതും വാതിലാരും തുറക്കാത്തതും സ്വാമി പൊതുക്കെട്ട് അടുത്തിരിക്കുന്ന ഒരു സ്റ്റൂളിലേക്ക് വയ്ക്കുന്നതും ഒക്കെ കണ്ടു. ഒപ്പം ഡബോ എന്ന് പറഞ്ഞ് സ്വാമി നിലത്ത് വീഴുന്നതും കണ്ടു. അപ്പോൾ ഇതൊരു ശീലമായിരിക്കാം മിക്കവാറും. കാരണം ഇതുപോലെ ഫിറ്റായി വരുമ്പോൾ എന്താ പറയുക, ഇതുപോലെ ബെല്ലടിച്ചാലൊന്നും വീട്ടുകാർ തുറക്കില്ലായിരിക്കാം. നേരം വെളുത്തു. സിനിമയുടെ പൂജ നടക്കുന്ന ഹോട്ടലിന് മുന്നിൽ സകല മതത്തിൻ്റെയും ദൈവങ്ങൾ നിരന്നു. സിനിമയിൽ അങ്ങനെ ഉണ്ടല്ലോ, എല്ലാ ദൈവങ്ങളുടെയും ഫോട്ടോ നിരത്തി വയ്ക്കുമല്ലോ, അതിൽ ചേരിതിരിവൊന്നുമില്ല. പൂജാരിയുടെ മണിയടിയും മന്ത്രോച്ചാരണവും തകൃതിയായി തുടങ്ങി. മുഖ്യ അതിഥി അന്നത്തെ കാലത്തെ തിരുവനന്തപുരത്തെ IG ആണ്. അക്കാലത്ത് DIGയും DGP ഒന്നുമില്ല. IG ആണ് പോലീസിൻ്റെ ഏറ്റവും തലവൻ. IG കൃത്യസമയത്ത് തന്നെ എത്തി. ക്യാമറ വച്ചു, ക്ലാപ്പ് അടിച്ചു, ക്യാമറയിൽ സ്വിച്ച് ഓൺ ചെയ്തു, ചടങ്ങ് കഴിഞ്ഞു. ലഡുവും ചായയും വിശിഷ്ടാതിഥികൾക്ക് കൊടുക്കുന്നതിനിടയിൽ അരമണി തലേന്ന് ശംഖുമുഖം ക്ഷേത്രത്തിൽ നിന്നും വാങ്ങിയ കടും പായസവും ഉണ്ണിയപ്പവുമൊക്കെ കാറിൽ നിന്നെടുക്കാൻ ഡ്രൈവറോട് പറഞ്ഞു. അയാൾ പൊതിക്കെട്ട് ഡിക്കിയിൽ നിന്നെടുത്ത് മണിസാറിൻ്റെ മുമ്പ് കൊണ്ടുവച്ചു. അരമണി പൊതിയഴിച്ചു. ശാമ്പ്രാണിയുടെയും ചന്ദനത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയും പിച്ചിപ്പൂവിൻ്റെയും പനിനീരിൻ്റെയും മണത്തിൽ ലയിച്ചു നിന്ന ആ അന്തരീക്ഷത്തിലേക്ക് അസഹ്യമായ നാറ്റം പടർന്നു കയറി. ചലിച്ചുപോയ ഇഡ്ഡലിയുടെയും മുട്ടയുടെയും അസഹനീയമായ അന്തരീക്ഷം അവിടെ മുഴുവൻ പടർന്നു. ശംഖുമുഖത്ത് പൂജിച്ചു വാങ്ങിയ കടും പായസവും ഉണ്ണിയപ്പൊക്കെ സ്വാമിയുടെ പട്ടി രാവിലെ തിന്നു കാണും. പത്രക്കാർക്ക് മദ്യം വാങ്ങിക്കൊടുത്താലുള്ള ഫലം അന്ന് അരമണി അറിഞ്ഞു കാണും. കാരണം ഡിക്കിയിൽ ഡ്രൈവർ ശംഖുമുഖത്ത് നിന്ന് വാങ്ങിച്ച പ്രസാദം എല്ലാം വാങ്ങിച്ച പൊതിക്കെട്ടിരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്വാമിയുടെ ഇറച്ചി എല്ലാം കൂടെ വാങ്ങിച്ചു വെച്ചു. വീട്ടിൻ്റെ മുന്നിലെത്തിയപ്പം ഡിക്കി ഇറങ്ങടാ എന്ന് പറഞ്ഞ് ഡ്രൈവർ ഡിക്കി തുറക്കും മുമ്പേ തന്നെ ഇറങ്ങി ഡോറ് തുറക്കും മുമ്പേ തന്നെ ഇയാൾ ഡിക്കി പൊക്കി ആ തൻ്റെ പൊതി എടുത്തിട്ട് ഡോറടച്ചു. പക്ഷെ പൊതി മാറിപ്പോയി. പൂജ കഴിച്ച് കൊടുക്കാൻ വെച്ചിരുന്ന പ്രസാദം സ്വാമി എടുത്ത് പട്ടിക്കും കൊടുത്തു. പട്ടി എടുത്ത് വെച്ച സ്വാമി എടുത്ത് വെച്ച എച്ചിലായ എല്ലാവരും കഴിച്ചിട്ട് മിച്ചം വെച്ച ഇറച്ചി എല്ലാം കൂടെ എടുത്തുകൊണ്ടതാണ് കുയിലത്തെടിയിലെ പൂജയ്ക്ക് പത്രക്കാർക്കെല്ലാം പ്രസാദം കൊടുക്കാനായിട്ട് പൊതി കഴിച്ചത്. അളിഞ്ഞ് ചീഞ്ഞ നാറ്റ്. അതിനുശേഷം ഒരിക്കലും മണിസാർ പത്രക്കാർക്ക് പാർട്ടി കൊടുത്തിരിക്കില്ല എന്നാണ് എൻ്റെ വിശ്വാസം. മദ്യം വരുത്തുന്ന വിന പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, കോട്ടയത്ത് നിന്ന് ആട്ടോറിക്ഷ പിടിച്ച് തിരുവനന്തപുരത്ത് നിന്ന് പ്രതാപചന്ദ്രൻ്റെ കഥയടക്കം സിനിമയിലെ മദ്യപാന കഥ പറയണമെങ്കിൽ 100 കഥ പറയാനുണ്ട്. ഈ എന്താ പറയുക, സീരിയസ് ആയ സബ്ജക്റ്റുകൾ പറയുന്നതിനിടയിൽ ഞാൻ പറഞ്ഞ ഈ കുടിക്കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.